നമസ്തേ. ഒരിക്കൽ യേശു പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരങ്ങളും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഇങ്ങനെ ദൂരെ മാറി നിന്ന അമ്മയെക്കുറിച്ച് ഒരുവൻ അവനോട് പറഞ്ഞു, എന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ സഹോദരീ സഹോദരങ്ങളും അമ്മയും എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. മറ്റൊരിക്കൽ യേശു സംസാരിച്ചിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു അവളോട് പറഞ്ഞ മറുപടി ആദ്യത്തേതിനോട് സമമായിരുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ എന്ന് തന്നെ. നല്ല ധ്യാനം ആവശ്യപ്പെടുന്ന വരികളാണിവ. അമ്മയെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോഴൊക്കെ ദൈവവചനം അനുസരിക്കുന്നതിനെക്കുറിച്ചാണ് യേശു ആവർത്തിക്കുന്നത്. ശരിക്കും മറിയമല്ലാതെ മറ്റാരാണ് ദൈവത്തിന്റെ വാക്ക് ഇത്രയും ഉള്ളിലേക്ക് എടുത്തിട്ടുള്ളത്, വചനത്തെ ഗർഭം ധരിച്ച് പ്രസവിച്ചത്? ഉള്ളിൽ നിന്ന് ക്രിസ്തു പുറപ്പെടുക എന്ന മനുഷ്യപൂർണതയുടെ ഉന്നത സാധ്യതയുടെ ഉത്തമ ദൃഷ്ടാന്തം മറിയമല്ലാതെ മറ്റാരാണ്? അതുകൊണ്ടാവും അവൾ നവമാനവികതയുടെ അമ്മയായി ആഘോഷിക്കപ്പെടുന്നത്. ആദ്യമാതാവായ ഹവ്വ വചനത്തോടുള്ള അനുസരണക്കേട് മൂലം പറുദീസ നഷ്ടം വരുത്തിയെങ്കിൽ, രണ്ടാം ഹവ്വയായ മറിയം അനുസരണം മൂലം രണ്ടാം പറുദീസയായി തന്നെ പരിണമിക്കുകയാണ്. അമ്മ മറിയത്തെക്കുറിച്ച് പറയേണ്ടി വരുമ്പോഴൊക്കെ ദൈവേഷ്ടം നിറവേറ്റുന്നതിനെക്കുറിച്ച് പുത്രൻ വാചാലനാവുന്നതിന്റെ കാരണം മറ്റൊന്നല്ല സുഹൃത്തെ. മറ്റൊരു കൗതുകവും തോന്നി ഈ വരികൾക്കിടയിൽ. ശരിക്കും പറഞ്ഞാൽ ആ അമ്മ എത്ര ഭംഗിയായിട്ടാണ് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. മകന്റെ കീർത്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്കൊന്നും കടന്നു നിൽക്കുന്നതേയില്ല. പരമാവധി ഉൾവലിഞ്ഞ് അധികമൊന്നും പ്രത്യക്ഷത്തിൽ വരാതെ, ഒന്നോർത്താൽ നമ്മുടെയൊക്കെ വീടുകളിലെ പാവം അമ്മമാരെ പോലെ തന്നെ. ഈ മാറിനിൽപ്പ് അത്ര നിസ്സാരമാണെന്ന് നീ കരുതല്ലേ. അപാരമായ നിർമ്മമതയുടെ അടയാളമാണത്. ചിലപ്പോ അവർ പോലും അറിഞ്ഞില്ലെങ്കിലും. എത്ര കുലീനമായിട്ടാണ് അവർ ഒഴിഞ്ഞു നിൽക്കുന്നത്. അനർഹമായത് സ്വന്തമാക്കാൻ വെമ്പൽ പൂണ്ട് എന്തും കാട്ടുന്ന മനുഷ്യർക്കിടയിൽ ഇത്തരം മനുഷ്യരെ തെരഞ്ഞുപിടിച്ച് നമസ്കരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സ് പറയുന്നു. അർഹതയുണ്ടായിട്ടും ചിലത് വേണ്ടെന്ന് വെക്കുന്ന ഇത്തരം ചില ഒഴിഞ്ഞു നിൽപ്പുകളും നിലപാടുകളുമുണ്ടല്ലോ, അവയ്ക്ക് അമ്മ മറിയത്തിന്റെ അന്തസ്സിനോളം ഗരിമയുണ്ട്. അല്പന്മാരുടെ ആകാശഗംഗയിൽ ഭ്രമണം ചെയ്യാനല്ല സഖാവേ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും. ആദരവോടെ സഖേർ.